ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു ടോപ്പിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് ആരെങ്കിലും തയ്ക്കാൻ നമുക്ക് മെറ്റീരിയൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവർ മെഷർമെൻറ്റിനായിട്ട് ടോപ്പാണ്, അതായത് മെഷർമെൻറ്റ് ടോപ്പാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ടോപ്പ് മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾക്ക് ഏത് ടോപ്പാണോ നമ്മൾ ചെയ്യുന്നത് ആ ടോപ്പ് ഇതുപോലെ കറക്റ്റായി ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക. ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ മുതൽ നമ്മുടെ ടോപ്പിൻ്റെ താഴെ വരെ ടാപ്പ് കറക്റ്റായി വലിച്ച് കറക്റ്റായി പിടിച്ചിട്ട് എത്രയാണോ ലെങ്ത്ത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിതിൽ എത്രയാണോ നമ്മുടെ ടോപ്പിൽ ലെങ്ത്ത് വരുന്നത് ആ ലെങ്ത്തിലും വെച്ചിട്ട് നമുക്കൊരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാം. ആ 1.5 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കുന്നത് 1/2 ഇഞ്ച് നമ്മൾക്ക് ഷോൾഡറിൽ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് പോവും. പിന്നെ ഇതുപോലെ ടോപ്പിൻ്റെ താഴെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ച് നമ്മൾക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് 1.5 ഇഞ്ച് നമ്മളിവിടെ കൂട്ടിയെടുക്കേണ്ടത്. ഇവിടെ എനിക്ക് ടോപ്പ് ലെങ്ത്ത് വരുന്നത് 44ആണ്. അപ്പോൾ ഞാനിതിലൊരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കും, 45 എടുക്കുക. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഷോൾഡറാണ്. ഷോൾഡർ എടുക്കുന്നത് ഇതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ 2 ജോയിൻ്റ് ഉണ്ടാവുമല്ലോ, ആ ജോയിൻ്റ്, അതായത് നമ്മൾ ആ 2 ഷോൾഡറിൻ്റെ ജോയിൻറ്റിലും ഇതുപോലെ കറക്റ്റാക്കി ടാപ്പ് ഒന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ഷോൾഡർ വരുന്നത് അതിൻ്റെ ഹാഫാണ് നമ്മുടെ മെറ്റീരിയലിൽ അളവെടുക്കുമ്പോൾ വെക്കേണ്ടത്. നമ്മൾ ടോപ്പിൻ്റെ മെറ്റീരിയൽ 4 ആക്കിയിട്ടാണല്ലോ ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഇതിൽ 14 വരുന്നത് ഇപ്പോൾ എങ്കിലൊരു 7 എടുക്കുക, അങ്ങനെയാണ്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്ന് അളവെടുത്തതിന് ശേഷം നമുക്ക് നെക്ക് വൈഡും ഷോൾഡറും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ നെക്ക് വൈഡ് വേണ്ടത് അതിൽ നിന്ന് എടുക്കുക, ഷോൾഡറും എടുക്കുക, അങ്ങനെയാണ്. പിന്നെ ഇത് ആം ഹോളിൻ്റെ ഇറക്കം, ആം ഹോളിൻ്റെ ലെങ്ത്ത് ഇതുപോലെയാണ് എടുക്കേണ്ടത്. നമ്മുടെ കൈക്കുഴിയുടെ ജോയിൻറ്റ് ഇതുപോലെ കൈക്കുഴീൻ്റെ ജോയിൻറ്റിൽ നേരെ എത്രയാണോ ടാപ്പിൽ നമുക്ക് അളവ് വരുന്നത് നമുക്ക് അത്ര ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുക്കാം. പിന്നെ ചെസ്റ്റാണ് എടുക്കേണ്ടത്. ചെസ്റ്റ് ഇവിടെ എനിക്ക് നമ്മൾക്ക് എത്രയാണോ ഇതുപോലെ ചെസ്റ്റ് വരുന്നത് അതിൽ 4 1 ഭാഗം നമ്മൾ എടുക്കുക. ഇതിലിപ്പോൾ 2 ആയിട്ടാണല്ലോ നമ്മുടെ ടോപ്പ്, ഇതുപോലെ 2 ഭാഗമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ മെറ്റീരിയലിൽ തയ്ക്കുമ്പോൾ അത് 4 വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ 4 1 ഭാഗമാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിലെനിക്ക് വരുന്നത് 20ആണ്. അപ്പോൾ നമ്മളതിൽ 10 എടുക്കുന്നു, മെഷർമെൻറ്റ് 10 എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൂട്ടുന്നത് അത് നമ്മൾ കൂട്ടി വെക്കണം. എന്നിട്ട് നമ്മൾ ആം ഹോള്, അതായത് ആം ഹോള് റൗണ്ട് എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് പിടിച്ചു കൊടുക്കുക. ഇതിൽ എത്രയാണോ അളവ് വരുന്നത് നമ്മൾ അത്ര എടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ചെസ്റ്റ് നേരത്തെ അളന്നെടുത്തു, അതിൽ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൂട്ടുന്നത്, 2 ഇഞ്ചാണോ കൂട്ടുന്നത്, 1.5 ഇഞ്ചാണോ കൂട്ടുന്നത്, അത് നമ്മൾക്ക് എത്രയാണോ കൂട്ടേണ്ടത് അപ്പോൾ അതുപോലെ കൂട്ടണം. ഇപ്പോൾ അതുപോലെ ഷേപ്പ് ലെങ്ത്താണ് എടുക്കുന്നത്. ഷേപ്പ് ലെങ്ത്ത് ഇതുപോലെയാണ് എടുക്കേണ്ടത്. ഷേപ്പ് വേസ്റ്റും ഇതുപോലെയാണ് എടുക്കേണ്ടത്. ഷേപ്പ് ലെങ്ത്തിൽ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടണം, അതായത് ഷോൾഡറിൽ തയ്യൽ തുമ്പ് പോകും. ഷേപ്പ് വേസ്റ്റ് ഇതുപോലെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എത്രയാണോ വരുന്നത് അതിലിപ്പോൾ നമ്മൾ 4 ഭാഗം, അതായത് ഇതിലിപ്പോൾ വരുന്നത് 18ആണ്. അപ്പോൾ നമ്മൾ 9 ഷേപ്പിൻ്റെ വേസ്റ്റ് വെക്കുന്നത്. ആ 9 വെച്ചതിന് ശേഷം 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമ്മൾ എത്ര തയ്യൽ തുമ്പ് എടുക്കുന്നത് അത് നമ്മൾ കൂട്ടി വയ്ക്കാം. പിന്നെ ഇതാണ് ഹിപ്പ് ലെങ്ത്ത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാത്തത് കൊണ്ട് ഞാനൊന്ന് വരച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ഹിപ്പ് ലെങ്ത്ത് വരുന്നത്. ആ ഹിപ്പ് ലെങ്ത്ത് നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ മുതൽ ഹിപ്പ് വരെ ടാപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹിപ്പ് വേസ്റ്റാണ്, അതായത് ഇതിപ്പോൾ ഇതുപോലെ ഒരു സെൻറ്ററിൽ പ്ലീറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു ടോപ്പാണ്. എങ്കിലിപ്പോൾ ഇതുപോലെയല്ല അടിക്കുന്നത്, സാധാരണ നമ്മൾ ഷേപ്പുള്ള ടോപ്പാണെങ്കിലും ഈ പ്ലീറ്റൊക്കെ ഒന്ന് കറക്റ്റായി ഒതുക്കി വെച്ചിട്ട് നമുക്ക് എത്രയാണോ ഇതിൽ പ്ലീറ്റൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ അളവെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ടോപ്പായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അളവെടുക്കുന്നത്. നമ്മളിപ്പോൾ തയ്ക്കാൻ പോകുന്ന ടോപ്പ് സാധാ സിമ്പിൾ ടോപ്പാണ്, ഇതുപോലെ പ്ലീറ്റ് ഒന്നും വെക്കുന്നില്ല. അപ്പോൾ ഈ പ്ലീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് അളവെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഹിപ്പ് വേസ്റ്റ് എടുക്കേണ്ടത്. ഇതുപോലെ ഇതിൽ ഇപ്പോൾ
നമ്മളിതിൽ 4ൽ 1 ഭാഗമായിട്ടാണ് അളവ് വയ്ക്കുക. അതിൽ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് വെക്കുന്നത് അത് കൂട്ടി വയ്ക്കുക. പിന്നെ നമ്മൾ താഴത്തുള്ള ഫ്ലെയറി, അതായത് നമ്മുടെ ടോപ്പ് ഇപ്പോൾ ഇതൊരു ഓപ്പൺ വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ്. നമ്മൾ ഓപ്പൺ വെച്ചിട്ടുള്ള ടോപ്പാണ് തയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ താഴെ എത്രയാണോ ഫ്ലെയറി വരുന്നത്, ഫ്ലെയർ ഇതുപോലെയാണ് അളവെടുക്കേണ്ടത്. ഇതിലിപ്പോൾ കൂടുതൽ വരുന്നുണ്ട്, കാരണം ഇതിൽ പ്ലീറ്റ് വെച്ചിട്ടുള്ള ഒരു ടോപ്പായതുകൊണ്ട് താഴെ കൂടുതൽ ഫ്ലെയറി വരുന്നുണ്ട്. സാധാ പ്ലീറ്റൊന്നും ഇല്ലാത്തൊരു ടോപ്പാണെങ്കിൽ ഇത്ര ഫ്ലെയറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലീറ്റ് വെച്ചിട്ടുള്ള ടോപ്പാണ് തയ്ക്കുന്നതെങ്കിൽ താഴെ എത്രയാണോ ഫ്ലെയർ വരുന്നത് അത്ര തന്നെ മേലെ നമ്മൾ വേണം. പിന്നെ സ്ലീവ് ഇതുപോലെയാണ് അളവെടുക്കേണ്ടത്. നമ്മുടെ ആം ഹോളിൻ്റെ, അതായത് ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റ് മുതൽ സ്ലീവിൻ്റെ താഴെ വരെ ഇതുപോലെ കറക്റ്റായി ടാപ്പ് പിടിക്കുക. എന്നിട്ട് ഞാനിവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം, 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എത്രയാണ് തയ്യൽ തുമ്പ് ആവശ്യമുള്ളത്. ഇനിയിപ്പോൾ കസ്റ്റമർക്ക് 1 ഇഞ്ച് ലെങ്ത്ത് കൂട്ടണോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്ലീവ് ലെങ്ത്ത് എടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ താഴെ ചുറ്റളവ് ഇതുപോലെയാണ് എടുക്കേണ്ടത്. ഇതിൽ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൂട്ടുന്നത് അത്ര എടുക്കുക. പിന്നെ താഴെ സ്ലീവിൻ്റെ സൈഡ് ഇതുപോലെയാണ് എടുക്കുക. നമുക്ക് ഇതുപോലെ നമ്മുടെ ആം ഹോളിൻ്റെ തുമ്പ് മുതൽ സ്ലീവിൻ്റെ എൻഡ് വരെ ഇതുപോലെ ടാപ്പ് പിടിച്ചിട്ട് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വരുന്നത്, അപ്പോൾ നമ്മൾ അതിൽ എത്രയാണോ സ്ലീവിൽ നമ്മൾ ലെങ്ത്ത് കൂട്ടുന്നത് തയ്യൽ തുമ്പിന് ആ ലെങ്ത്ത് നമ്മൾ സൈഡ് അളവെടുത്തിട്ട് കൂട്ടണം. എന്നിട്ട് ആം ഹോളിൻ്റെ അതായത് കൈ റൗണ്ട് ഇതുപോലെ ചുറ്റുമൊന്ന് കൈ റൗണ്ട് ഒന്ന് നമ്മൾ ഇതുപോലൊന്ന് ടാപ്പ് പിടിച്ചിട്ടൊന്ന് അളവെടുക്കുക. എന്നിട്ട് നമ്മൾ തുണിയിലൊക്കെ നമ്മുടെ കട്ട് ചെയ്യുന്ന തുണിയിൽ ആം ഹോൾ ഇതുപോലെ ആം ഹോളിൻ്റെ ലെങ്ത്തൊക്കെ നമ്മൾ അളവെടുത്തല്ലോ നേരത്തെ. എന്നിട്ട് കൈ റൗണ്ടിൻ്റെ ലെങ്ത്ത് അളവെടുത്തിട്ട് എന്നിട്ട് കൈ റൗണ്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് ലെങ്ത്താണോ എന്നുള്ളത് നോക്കുക. പിന്നെ ചെയ്യാൻ പോകുന്നത് ബാക്കാണ്. അതായത് ബാക്കും ഫ്രണ്ടും എങ്ങനെയാണ്, അതായത് നെക്കിൻ്റെ ഫ്രണ്ട് ഇതുപോലെയാണ്. ഇത് റെഡിമെയ്ഡ് ആയതുകൊണ്ട് നെക്ക് വലിയ റൗണ്ടൊന്നും വൃത്തിയില്ല നമ്മൾ. അപ്പോൾ നെക്ക് ഇതുപോലെയാണ് നെക്ക് ഇറക്കം നോക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് എത്രയാണോ വരുന്നത് അതിലും വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനുള്ളതും കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് നെക്കും ഇറക്കം എത്രയാണോ വരുന്നത് അതിലും വെച്ചിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതായത് ഷോൾഡർ പിടിക്കുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് പോവും. നമ്മൾ അതിലും വെച്ച് ഒരു 1/2 ഇഞ്ചാണ് കൂട്ടിയെടുക്കുന്നത്. ഇനി നെക്ക് വൈഡും ഇതുപോലെയാണ് നോക്കേണ്ടത്. ഇതുപോലെ നോക്കിയിട്ട് ഇപ്പോൾ ഇതിൽ വരുന്നത് എനിക്കൊരു 5 ആണെങ്കിൽ നമ്മൾ നമ്മുടെ നെക്ക് എടുക്കുമല്ലോ, അതിൽ നമ്മളൊരു 2.5 എടുക്കുക. അതിൽ നമ്മൾ ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നിൽക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെസ്റ്റ് എടുത്തു, വേസ്റ്റ് എടുത്തു. ഇതിലൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് എടുത്തത്. അതിൽ നിങ്ങൾക്ക് എത്രയാണ് തയ്യൽ തുമ്പ് കൂട്ടേണ്ടത് അത്ര നിങ്ങൾ തയ്യൽ തുമ്പ് കൂട്ടണം. പിന്നെ ഇത് കട്ട് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിതിൽ കട്ടിങ് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കട്ടിങ് വീഡിയോ പോയി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ കട്ടിങ് വീഡിയോ കാണാൻ ആരും മറക്കരുത്. അത് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവും.